ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രതികളുടെ ഭാഗമാണ് കേട്ടത്. അവർക്ക് എന്താണ് കോടതിയോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു. അതിനുശേഷം പ്രതിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റ്സ് പറഞ്ഞത് നാളെ ഇന്ന് അവർക്ക് അതിൻ്റെ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ കോപ്പികളൊക്കെ അവർക്ക് വേണം എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നാളെ അതിൻ്റെ അന്തിമവാദം കഴിഞ്ഞതിന് ശേഷമാണ് ശിക്ഷ പ്രഖ്യാപിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഏറ്റവും മൃഗീയമായും ക്രൂരവുമായ ഒരു കൊലപാതകമാണിത്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്തായാലും കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. നാളെ മറ്റു കാര്യങ്ങൾ അറിയാം. അതെ, കോടതി അവർ പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ കുടുംബത്തോടൊപ്പം പുറത്ത് താമസിക്കണം, പാലിയേറ്റീവ് പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞ ആളുണ്ട്, അമ്മ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ ആളുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങളാണ് ഈ പ്രതികൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ വാദം ഉന്നയിക്കാം. ചന്ദ്രശേഖരൻ്റെ അമ്മയുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ്റെ അമ്മ 3 വർഷം അമ്മ ഹൃദയം പൊട്ടിയാണ് അമ്മ മരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ മനസ്സ് മുഴുവൻ അമ്മയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രായമായ അമ്മയെ ശുശ്രൂഷിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ കുടുംബമുണ്ട് എന്നുള്ളതോ അമ്മയുണ്ട് എന്നുള്ളതോ ഓർത്തില്ല എന്നുള്ളതാണ്. അവർക്കിപ്പം അത്തരം വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോടതി അതൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ വിശദമായ കാര്യങ്ങളാണ് കോടതി പരിശോധിക്കുന്നത്. നാളെ അനുഭാവപൂർവമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാളെ ഹാജരാക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ കൂട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.